ഹായ് ഫ്രണ്ട്സ്, ഗൃഹവൈദ്യത്തിൽ പണ്ട് മുതൽക്കേ വളരെ പരിചിതമായിട്ടുള്ള ഒരു ആയുർവേദ തൈലമാണ് പിണ്ടതൈലം എന്ന് പറയുന്നത്. പിണ്ടതൈലം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയിൽ അഷ്ടാംഗ ഹൃദയത്തില് വാതരക്തം ചികിത്സയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഔഷധമാണ്. പ്രധാനമായിട്ട് യൂറിക് ആസിഡ് കൂടിയിട്ട് കാലിന് വരുന്ന ചുവപ്പ് നിറത്തോട് അനുബന്ധിച്ചിട്ടുള്ള നീര്, ഇതിലൊക്കെ പിണ്ടതൈലം യൂസ് ചെയ്യുന്നതിലൂടെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. മറ്റൊരു യൂസ് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിനില് നല്ല രീതിയിലുള്ള റിസൾട്ട് പിണ്ടതൈലം അപ്ലിക്കേഷനിലൂടെ കിട്ടാറുണ്ട്. ചുട്ടുപുകച്ചിലുള്ള ഒരു കണ്ടീഷൻ, പ്രധാനമായിട്ട് ബേണിംഗ് സെൻസേഷൻ ഉള്ള കണ്ടീഷനിൽ പിണ്ടതൈലം യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് മധുച്ചിഷ്ടം എന്ന് പറയുന്നത് ബീവാക്സ് ആണ്. അതുകൊണ്ട് തന്നെ പിണ്ടതൈലത്തിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ഒരു വാക്സ് പോലെ കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മഞ്ചട്ടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ചുവപ്പ് ഡാർക്ക് റെഡ് നിറം അതിൽ എപ്പോഴും കാണാറുണ്ട്. അതിന്റെ കൂടെ തന്നെ സർജരസം പറയുന്ന ചെഞ്ചല്യം ചേർക്കുന്നുണ്ട്, നറുനീണ്ടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ എള്ളെണ്ണയും ഇതിൽ ചേർക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതായത് ആയുർവേദത്തിലെ അഭ്യംഗം, പിഴിഞ്ഞു തടവല്, അതുപോലെ തന്നെ ജാനുവസ്തി, കടിവസ്തിയിലൊക്കെ നമ്മൾ പിണ്ടതൈലം നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. പിണ്ടതൈലം ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് വെരിക്കോസ് വെയിനിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, വെരിക്കോസ് വെയിനിൽ സാധാരണ നമ്മൾ ഏത് തൈലമാണ് യൂസ് ചെയ്യുന്നത് ആ തൈലം കാലിലെ മേലോട്ടാണ്, പ്രതിലോമമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം വെരിക്കോസ് വെയിന്റെ കാരണം എന്ന് പറയുന്നത് താഴോട്ടുള്ള വാൾവ്, ആ ഒരു വാൾവിൽ വരുന്ന തകരാറാണ് ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ എപ്പോഴും ഈ തൈലം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത് മേലോട്ട് ഒഴിയാനാണ്. അതുപോലെ തന്നെ വേദനയിലും മറ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് തൈലം അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. പിണ്ടതൈലത്തിന്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ഗജിത പിണ്ടതൈലവും ആയുർവേദ ചികിത്സയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗജിത പിണ്ടതൈലത്തില് നെയ്യ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിണ്ടതൈലവും കൂടുതലായിട്ട് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ചുട്ടുപോച്ചിലുള്ള കണ്ടീഷനിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. എല്ലാ തൈലവും എല്ലാ ആളുകളിലും എല്ലാ കണ്ടീഷനിലും സ്യൂട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ദ കൗണ്ടർ മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള കണ്ടീഷൻസിനാണെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൈലം ചൂസ് ചെയ്യുന്നതാണ്. കാരണം ആയുർവേദത്തിൽ തന്നെ നമ്മൾ ചില കണ്ടീഷനുകളിൽ തൈലം യൂസ് ചെയ്താൽ അത് റിവേഴ്സ് ചെയ്യാനും അത് ആ ഒരു പ്രശ്നങ്ങൾ കൂടാനും സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, എല്ലാവർക്കും പിണ്ടതൈലത്തിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ഗുണങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.